ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നിവിടെ ഓസ്ട്രേലിയയുടെ സെക്കൻഡ് ഡേ ആണ്. സോ ഇന്നാണ് മൈ ഫസ്റ്റ് ഷോ, ഡാൻസ് ഷോ. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല, സോ ഞാൻ സ്വന്തമായിട്ടാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. നോക്ക് ഗൈസ്, ഞാൻ നല്ല വെൽ അറേഞ്ച്ഡ് ആക്കി വെച്ചിട്ടുണ്ട് മേക്കപ്പ് ഫിക്സറും കാര്യങ്ങളും ഒക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ ഡോക്ടർ തന്നൊരു ക്രീമാണ്. ഇതിൻ്റെ സ്കിൻ ചെക്ക് ചെയ്തിട്ട് ഇതെനിക്ക് ഡേ ആൻഡ് നൈറ്റ് ഇടാൻ തന്ന പിമ്പിൾസ് കുറയാനൊക്കെ വേണ്ടി തന്നൊരു ക്രീമാണ്. സോ അതാദ്യം ഞാൻ ഇട്ടു. അടുത്തത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് സിമ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ്. പക്ഷേ എനിക്ക് കടയിൽ അത് പോയപ്പോൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സെറ്റഫിലിൻ്റെ ആണ് മേടിച്ചത്. എനിക്ക് നമ്മൾ മോയ്സ്ചറൈസർ പെട്ടെന്ന് മാറ്റുമ്പോൾ ബാത്റൂമിൻ്റെ അകത്തായിട്ട് കുറച്ച് എക്കോ കാണും ഗൈസ്. മോയ്സ്ചറൈസർ പെട്ടെന്ന് മാറ്റുമ്പോൾ ഫസ്റ്റ് ഡേ യൂസ് ചെയ്യുമ്പോൾ കുരു പോലെ എനിക്ക് കുറച്ച് ഇതായിട്ട് വന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ മൊത്തം യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ എനിക്ക് കുഴപ്പം തോന്നിയില്ല. ഇപ്പോൾ യൂസ് ചെയ്ത് ഫേസിന് സെറ്റായി. സെറ്റഫിൽ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും ചെയ്യുന്നുണ്ട് ഈ കരി കളയാൻ പറയും. എനിക്ക് കണ്ണിൽ കരി വയ്ക്കുന്നത് ഇഷ്ടമായപ്പോഴും ഞാൻ കരി കളയാറില്ല. അപ്പോൾ നമുക്ക് വെറ്റ് പൈപ്സ് വെച്ച് കരി കളയാം. അങ്ങനെ കരിയെല്ലാം കളഞ്ഞു. ഇനി ഞാൻ സൺസ്ക്രീൻ ഇടാൻ പോകണം. എത്രത്തോളം ബേസ് ഫേസിൽ മേക്കപ്പിന് മുന്നേ ഉണ്ടോ അത്രയും ഒരുപാട് കുഴിയിലോട്ട് മേക്കപ്പ് ഇറങ്ങത്തില്ല. ഇത് ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിയതാണ്. എന്താ പറയുക, ബോണ്ടി സാൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ. ടിൻറ്റഡ് ആണ്. സോ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതി. ടിൻറ്റഡ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. SPF 50+ ആണ്. ഞാൻ ഡബിൾ ഷെയ്ഡിനാണ് ഉപയോഗിക്കാറ്. തന്നെ മേക്കപ്പ് ഇട്ടാൽ തോന്നുന്നു. ഇന്ന് വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. ഞാൻ ഫസ്റ്റ് ഡേ ഇവിടുത്തെ വെയിൽ കൊണ്ട് കുറച്ച് ടാനൊക്കെ ആയി. എൻ്റെ മുഖം മൊത്തം ഭയങ്കര ഒരുമാതിരി ആയിരുന്നു. സൺസ്ക്രീൻ ഇല്ലായിരുന്നു കയ്യിൽ. പ്രൈമർ ഇടാം. പ്രൈമർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എൻഗേജ്മെൻറ്റിന് എൻ്റെ മേക്കപ്പ് ചെയ്ത ശശാങ്ക് ആൾ പറഞ്ഞു മിലാനോൻ്റെ പ്രൈമർ കിടിലാണെന്ന്. പക്ഷെ അത് കുറച്ച് റേറ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ വാങ്ങിയില്ല. പൈസ ഉള്ളപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ആദ്യമായിട്ട് മേടിച്ചതാണ് കേട്ടോ ഈ കറക്റ്റർ കൺസീലർ. അതല്ല, ഒറ്റ പാലറ്റിൽ കിട്ടി. സോ ഞാൻ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഏറ്റവും നല്ലത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടാന്ന് വെച്ചിട്ടുണ്ട്, ഈ കുഴിയിലും കുരുക്കളിലും ഒക്കെ. ഓക്കെ, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകണം. എന്താവുമെന്ന് കണ്ടറിയാം. ഓക്കെ, ഇനി എനിക്കിവിടെ നിന്നാണ് കുറച്ചുകൂടെ വെട്ടം കിട്ടുന്നുണ്ട്, ഇങ്ങോട്ട് വെച്ചു. സോ ഇത് ഞാൻ PACയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ ഡെർമയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് സീരിയലിലൊക്കെ ആവശ്യത്തിന് ഡെർമയാണ് നല്ലത്. പക്ഷേ എനിക്കിപ്പോൾ ഡാൻസിന് വേനൊക്കെ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ലിക്വിഡ്. ഇനി ഞാൻ ഷുഗറിൻ്റെ പൗഡറാണ് ഇടുന്നത്. ഇത് ബനാന പൗഡറാണേ. ഇനി നോസ് കട്ട് ഇട്ടോ കൊടുക്കാം. ഞാൻ ഇതിൽ ഈ ബ്രൗൺ വെച്ചിട്ടാണ് ഇടുന്നത്. കൈ വെച്ചിട്ട് ശരിയാണ്. വാവ്, അമേസിങ്. നല്ല കുളമായിട്ടുണ്ട് ഗൈസ്. ഞാനിതൊന്ന് ശരിയാക്കിയിട്ട് വരാം. ഇനി ഐഷാഡോ ഇടാം. നോസ് കട്ട് എങ്ങനെയൊക്കെ ശരിയാക്കി. ഐഷാഡോ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കളർ പിങ്കും വൈറ്റും ആണ് ആദ്യം, പിന്നെ റെഡാണ്. സോ ഇതിനകത്ത് റെഡ് കാർപ്പറ്റ് എന്നൊരു ഷെയ്ഡുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ രണ്ട് കണ്ണിലും പിങ്ക് ഇട്ടു. ഇനി ഗോൾഡ് മുകളിലിടും. ഇവിടെ ഈ പെരുകത്തിന് താഴെയായിട്ട് ഇട്ട് കൊടുക്കും. വേറൊരു കളറും കൂടെ ആഡ് ചെയ്തു. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. വേറെ ഒരു ലുക്കായി. നോക്ക്, ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ, ഇവിടെ ഒരു കളർ. 3 കളേഴ്സ്. ഇവിടെ ശരിയായോ? ഇനി അടുത്ത പണി ഐലാഷ് ഒട്ടിക്കലാണ്. ഞാൻ പുറത്തുനിന്ന് വേറെ ഒരു ഗമ്മ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കണ്ണ് മുകളിൽ എഴുതുന്നത് ഐഷാഡോൻ്റെ ബ്ലാക്ക് ഇത് വെച്ചിട്ടാണ്, ഒരു സ്മഡ്ജി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി താഴെ എഴുതാം. ഒക്കെ വെച്ചിട്ടാണ് എഴുതുന്നത്. ഞാൻ ഇൻസൈറ്റിൻ്റെ കാജൽ വാങ്ങി, പക്ഷെ തെളിയുന്നതേ ഇല്ല, ഒട്ടും തെളിയുന്നില്ല. സോ വിത്ത് ഐക്കോണിക്.
ഞാനിപ്പോൾ മാക്കിൻ്റെ റെഡ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇത് വെച്ച് ഞാൻ ഔട്ട്ലൈന് വരയ്ക്കണേ. ഇതിൻ്റെ പുറത്ത് വേറെ ഷെയ്ഡ്, ഇത് ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ്, ഓറഞ്ചിഷ് ഒരു ഷെയ്ഡാണ്. ഫേസസ് ഓഫ് കാനഡയുടെ ഒരു ഡാർക്കർ ഷെയ്ഡുണ്ട്. ആക്ച്വലി നേരിട്ട് കാണുന്ന ഒരു ഷെയ്ഡല്ല ഇതിലൂടെ കാണുന്നത്. ചീറ്റിൻ്റെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ആണ്. എനിക്കെന്തോ വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ്. പക്ഷെ എനിക്കിത് ഇഷ്ടമായി ഷെയ്ഡ്. പിങ്കാണ്. പക്ഷേ മേക്കപ്പ് കഴിഞ്ഞു. ഇനി കോസ്റ്റ്യൂം ഇടണം, മുടി കെട്ടണം, അടുത്ത ചടങ്ങ്. ഗൈസ്, ഒരു മെയിൻ തിങ് ചെയ്തില്ല, ഐബ്രോസ്. ഇപ്പോഴാണ് ഓർത്തത്. ഞാൻ കളർ ബാറിൻ്റെ ഐബ്രോ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോഴാണ് മേക്കപ്പ് കംപ്ലീറ്റ് ആയത്. ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡൺ. എനിക്ക് സ്വന്തമായിട്ട് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെയാണ് മുടി കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ സാധാരണ ചീപ്പ് ഉപയോഗിക്കാറില്ല. ഇത് ഡാൻസിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ കോതി വിടുക ചെയ്യാറ്. ചീപ്പ് തൊടാറേ ഇല്ല തലയിൽ. കൈ വെച്ച് ജട കളയും, അങ്ങനെ വിടും. പക്ഷെ ഡാൻസ് വെച്ച് വൃത്തിയായിട്ട് ഇരിക്കണമല്ലോ വെച്ചിട്ടാണ് ചീപ്പ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടെ ചീപ്പ് പോലും കൊണ്ടുവന്നില്ല. കീർത്തനായിട്ടൊന്ന് കടം വാങ്ങിച്ചതാണ്, മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ഇച്ചിരി മുടി ഞാൻ വിടും. കുറച്ച് മുടി വിട്ടിട്ട് ഇടും. ബാക്കി മുടിയാണ് ഞാൻ പോണിറ്റെയിൽ കെട്ടുന്നത്. ഞാൻ ചരട് ഉപയോഗിക്കാറില്ല, ബണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വട. എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റില്ല, എൻ്റെ പോകും. എന്നിട്ടൊന്ന് ചീവി വൃത്തിയാക്കണം. ചരട് വെച്ച് കെട്ടുന്നതാണ് ടാസ്ക്. ഇവിടുത്തെ ചേച്ചിനെ തന്നെ വിളിക്കേണ്ടി വരും. ട്വിസ്റ്റ് ചെയ്യും. ിട്ട് യൂപ്പിന് വെച്ചിട്ട് ഫിക്സ് ചെയ്യും. ഈ സെയിം സാധനം എനിക്കിവിടെ 3 സ്റ്റേജിലാണ് 3 ദിവസം ഇതേപോലെ ഒരുങ്ങണം ഗൈസ്. നമുക്ക് വെള്ളപ്പൂ വയ്ക്കാം. പിങ്കും കൂടെ ആയതുകൊണ്ട് മുകളിൽ നിന്ന് വരണം. പിങ്കും കൂടെ നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ നെറ്റിച്ചുട്ടി വയ്ക്കണം. കീർത്തന റെഡി ആയിട്ട് വന്നു. ഹായ്. യെസ്, എടുത്തോളൂ. അങ്ങനെ ഓൾ സെറ്റ് ഫോർ ദ പ്രോഗ്രാമിന് പോവാണ്. അങ്ങനെ ഞാൻ റെഡിയായി. കാറിലതേ പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാമൊക്കെ ഞങ്ങളെല്ലാവരും അടിച്ച് പൊളിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കൂടുതൽ വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും. ബൈ.